അപ്പോ ആ മാങ്ങാണ്ടി കിളിർത്തതിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കിളിർത്തത് ഇവിടെ കേരളത്തിലല്ല, കേരളം വിട്ട് ഇന്റർ സ്റ്റേറ്റിലാണ്. അതിന്റെ വിവരങ്ങൾ പറയാം. അപ്പോ ചർച്ചാ വിദഗ്ധന്റെ രണ്ട് സുഹൃത്തുക്കളും തമ്മിലുള്ള ആ ബന്ധം, രണ്ട് സുഹൃത്തുക്കളല്ല ഒരു സുഹൃത്തും തമ്മിലുള്ള ബന്ധം, ആ കഥ നടക്കുന്നത് ഇവിടെയല്ല. പിണറായിയുടെ കേരളത്തിൽ ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ഏത് ചർച്ചാ വിദഗ്ധനും നടത്തിയാൽ വച്ചു പൊറുപ്പിക്കുന്നതല്ല, അതുകൊണ്ട് അത് സേഫ് അല്ല, നാട് വിട്ടു പോകുന്നതാണ് ഉചിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരു 2 മാസം മുന്നേ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് സംഘടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ബാംഗ്ലൂർ ആകുമ്പോൾ നമ്മുടെ അണ്ണമുണ്ട്, പോരാത്തന് ഈ ചർച്ചാ വിദഗ്ധന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള വ്യക്തിക്ക് അവിടുത്തെ ബന്ധം വെച്ചിട്ട് സേഫ് സോണുകൾ അറേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് കർണാടകയിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബംഗളൂരുവിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യപ്പെടുന്നത്. ആ ടൂർ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ 10 ദിവസത്തേക്കാണ്. അങ്ങനെ 10 ദിവസത്തേക്ക് ചർച്ചാ വിദഗ്ധനും ഈ ചർച്ചയുടെ മറ്റൊരു വ്യക്തിയും തമ്മിൽ ഇവിടെ നിന്ന് 10 ദിവസത്തേക്ക് നേരെ ബംഗളൂരുവിലേക്ക് പോവുകയാണ്. ഈ ബംഗളൂരുവിലേക്ക് പോയി 10 ദിവസത്തെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം അവിടുത്തെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സേഫ് സോണുകളിലുള്ള ചർച്ചകളെല്ലാം സംഘടിപ്പിച്ച് ആ ചർച്ചകൾ രാവന്തിയോളം നീണ്ടു. ആ നീണ്ട്